السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫത്തുഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂമിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ഫത്തുഹുൽ മുഈൻ ക്ലാസിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നജസ്സുകളെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തു കൊണ്ടുവന്നിരുന്നത്. അതിൽ ഇന്നലെ ഛർദി, അതായത് കുടലിൽ നിന്ന് വരുന്ന ഛർദി, അത് നജസ്സാണ് എന്ന് നാം മനസ്സിലാക്കി. ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റു ചില വിഷയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഫത്തുഹുൽ ജവാദിൽ ഷെയ്ഖുനായുടെ ഒരു ഫത്വയുണ്ട്. എന്താണ് ആ ഫത്വ? ഒരു ചെറിയ കുട്ടി, മസല ആദ്യം പറയാം. ആ കുട്ടി ഛർദി കൊണ്ട് പരീക്ഷിക്കപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞാൽ തുടരെ ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഈ കുട്ടി ഛർദി വരികയാണെങ്കിലും പെറ്റ ഉമ്മാക്ക് മുല കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, ആ മുല കൊടുക്കും. അങ്ങനെ ഈ ഛർദി ഇങ്ങനെ തുടരെ വരുന്ന ആ കുട്ടിയുടെ ആ വായ ഉമ്മാന്റെ മുലയിൽ തട്ടും, ഉറപ്പാണല്ലോ. അപ്പോ ആ വായയുടെ അകത്ത് തട്ടിയതായ ആ സതിയെ, ആ സ്തന, ആ ഭാഗം അത് നജസ്സായിട്ടാണോ ഗണിക്കപ്പെടുക, അതല്ല നജസ് അല്ലാതെയാണോ എന്നാണ്. എന്നാൽ അവിടെ ഒരു റുഖ്സയുണ്ട്. ആ ഭാഗം ആ സമയത്ത്, അതായത് വായ മുല കുടിക്കാനും വേണ്ടിയിട്ട് വെക്കുന്ന സമയത്തുള്ള ആ ഭാഗം, അതിന്റെ ആ സമയത്ത് അത് ഏതല്ല, നജസ്സല്ല. അതേ സമയത്ത് ആ കുട്ടി ആ വായ കൊണ്ട് ഒരു ചുംബനം നടത്തി അല്ലെങ്കിൽ വേറെ എവിടെയും തൊട്ടു പിടിച്ചു പോലത്തെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഹുക്കുമ് വേറെയാണ്. കാരണം എന്തുകൊണ്ട്? അതൊരു വുജൂബുള്ള കാര്യമോ അതല്ലെങ്കിൽ അത് ചെയ്യൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമോ അല്ല. ഇത് കുട്ടിക്ക് നിർബന്ധമുള്ള കാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ ആ ഒരു ഫത്വ അവിടെ വന്നിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനുള്ളത്. അതിലൂടെയാണ് ഇനി പോരുന്നത്. ഇൻഷാ അല്ലാഹ് നോക്കാം. വഫ്ത ഷെയ്ഖുന ഫത്തുഹുൽ ജവാബില് പറഞ്ഞു, ഒരു ചോദ്യത്തിന്റെ ജവാബിലായിട്ട്, അന്ന സ്വബിയ, ഒരു കുട്ടി, ഇദബ്തുലിയ, ആ കുട്ടിയെ പരീക്ഷിക്കപ്പെട്ടു, ബി തതാബുൽ ഖൈഅ, ഛർദി തുടരെ വരുന്നു. എന്നാൽ ഉഫിയ, അഫുവുണ്ട്, അൻ സദി ഉമ്മിഹി, ആ കുട്ടിയുടെ ഉമ്മാന്റെ സദീനെ തൊട്ട്, സ്തനത്തെ തൊട്ട്. എങ്ങനത്തെ സതിയാണ്? ദാഖില്, ആ സതിയെ പ്രവേശിച്ചു, ഫീ കുട്ടിയുടെ വായയിൽ, അതിൽ അഫുണ്ട്. അപ്പൊ അത് നജസല്ല എന്നുള്ള ഹുക്കുമാണ് അപ്പോൾ ചെയ്യുക. പക്ഷേ ലാ അൻ മുഖബ്ബിലിഹി, ആ കുട്ടിയുടെ വായ കൊണ്ട് ഖുബലത്ത് ചെയ്തതിനെ തൊട്ട് അല്ല, അത് ചുംബിക്കലിനെ തൊട്ട് അല്ല. അതാണെങ്കിൽ അത് ഹുക്കുമിൽ വരികയില്ല. ഔ മുമാസിഹി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വായ തൊട്ടത് അല്ല, വായ കൊണ്ട് സ്പർശിച്ചിട്ടുള്ളത് അല്ല, അതൊക്കെ ഇന്ന് ഒഴിവാണ്. വകമിറത്തിൻ, അതായത് മുമാസിഹി. ഇനി അടുത്തത് വകമിറത്തിൻ ആണ് ഉള്ളത് എന്ന് പറഞ്ഞാല് അവിടെ ഷറഹ് പറയുന്നു കാഫിന്റെ ഒരു ആവശ്യം ഇല്ല. കാരണം ഒന്നുകില് മിറത്തിൻ എന്നാണ്, അത്രേ ആവശ്യമുള്ളൂ. കയ്യിന്റെ അവിടേക്കാണ് അത്തഫ്, അല്ലെ കയ്യഹിന്റെ അവിടേക്ക്, അല്ലെ റോസിന്റെ അവിടേക്കാണ് അത്തഫ് പോവുക. അപ്പോ അതും ഏതാണ്? മിറത്തിൻ, അതും ബനബിന് ഗൈറുൽ മൗക്കൂലി, അതൊക്കെ ഈ പറഞ്ഞ ഇതിൽപ്പെട്ടതാണ് എന്നതാണ് വിശദീകരിക്കുന്നത്. കാരണം അത് കയ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ജീവികളുടെ വയറ്റിന്റെ അകത്തുനിന്ന് എടുക്കുന്നതാണ്. അതിന്റെ അകത്ത് മല ഉണ്ടായിരിക്കും. അതെല്ലാം കഴുകി വൃത്തിയാക്കിയാൽ അത് നമുക്ക് എന്താണ്? ശുദ്ധിയുള്ളതാണ്. അതും ശുദ്ധിയുള്ളതാണ്. മിറത്തിൽ കയ്പ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഒക്കമിറത്തിന്റെ തന്നെ കാഫിന് ഒരു അത്യാവശ്യം അവിടെ ഇല്ലാന്ന് ഷറഹ് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേറെ ഒന്നുണ്ട്, അത് തംസീലിയായിട്ട് എടുത്താൽ മതി. കാരണം അതുപോലെ എന്ന് പറഞ്ഞാൽ ഇതും ആ ഗണത്തിൽ പെട്ടതാണ് എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു കാഫായിട്ട് ഇട്ടാലും മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പൊ കയ്പ് പോലെ അതും ഏതന്നെയാണ്? ഈ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പൊ റോസ്, അതുപോലെ തന്നെ വദിയ്, ദമ്, ഇതൊക്കെ അങ്ങനെയാണ്. അതായത്
കയ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ളത് മാഫിൽ മിറാറത്തി എന്നർത്ഥം. ആ കയ്പ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്തുള്ള സാധനം അത് നജസാണ്. ആ സാധനം കഴുകി വൃത്തിയാക്കിയാൽ ഉപയോഗിക്കുകയും ചെയ്യാം. വലബന് കയറ് മൗക്കൂലിൻ, തിന്നപ്പെടാത്തതിന്റെ പാല്, ഇല്ലല്ലാതെ മനുഷ്യനല്ലാത്ത തിന്നപ്പെടാത്തതിന്റെ പാലും ഇതിൽപ്പെട്ട തന്നെയാണ് നജസായിട്ടാണ് ഗണിക്കപ്പെടുക. അപ്പൊ ലബനു കയറ് മൗക്കൂലിൻ, തിന്നപ്പെടാത്തതിന്റെ പാല്, അതും ഏത് ഗണത്തിലെ നജസിലേക്കാണ് പോവുക. കാരണം അത് ഹയവാനിന്റെ ആ ജീവിയുടെ അസിലിൽ പെട്ടതല്ല. കാരണം ആ ജീവിയുടെ അസില് ത്വാഹിറാണ് എന്ന് ഹുക്കുമുണ്ടാകുമ്പോൾ അതിന്റെ പാലും ത്വാഹിറായിട്ടാണ് ഹുക്കുമ് ചെയ്യുക. പക്ഷെ ഇത് അതിൽ പെട്ടതല്ല എന്നതുകൊണ്ട് അത് പരിഗണിക്കപ്പെടുകയില്ല, അത് നജസിലേക്കാണ് പോകുന്നത്. അതേ സമയത്ത് തിന്നപ്പെടുന്ന സാധനങ്ങളുണ്ട്, നമ്മൾ ഭക്ഷിക്കുന്ന സാധനങ്ങൾ, ഇപ്പോ ആട്, പോത്ത് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പാലൊക്കെ എന്താവും? അതൊക്കെ ത്വാഹിറാണ്. ഇനി മനുഷ്യന്റേതാണെങ്കിൽ തന്നെ അപ്പൊ മനുഷ്യന്റെ പാലും അതൊക്കെ ഏതാണ്? ത്വാഹിറാണ്. അപ്പോ ഒരു സംശയം ചോദിക്കാം, അതും ആണിൽ നിന്നൊരു പാല് വന്നിട്ടുണ്ടെങ്കിലോ, ആണിന്റെ സ്ഥിതിയിൽ നിന്ന് പാല് വന്നു എന്ന് സങ്കല്പിക്കുക, അങ്ങനെ വന്നാലോ അതും ശുദ്ധിയുള്ളതാണ്. അല്ലെങ്കിൽ ചെറിയ കുട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മരിച്ച ആളിൽ നിന്നോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏതാണ്? ത്വാഹിറാണ്. കാരണം ആ പാല് വന്ന സാധനത്തിന്റെ ആ ജീവിയുടെ അസല് ത്വാഹിറായത് കൊണ്ട് അതൊക്കെ ശുദ്ധിയുള്ളതാണ് എന്നാണ് ഹുക്കുമ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ജറത്തിന് അഹബി, ഒട്ടകം പോലോത്തത് ഒന്ന് വിഴുങ്ങും സാധനം, എന്നിട്ട് പിന്നെ അത് അതിന്റെ കുടലിട്ടിട്ട് ഇങ്ങോട്ടും തന്നെ വിഴുങ്ങും, ഇങ്ങോട്ട് പുറത്തേക്ക് ഇടും. അങ്ങനെ പുറത്തേക്ക് കക്കുന്ന എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ ആ സാധനം ഇതിന് വീണ്ടും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയും ഏത് ഗണത്തിലാണ് പെടുന്നത്? അതെല്ലാം നജസിന്റെ വകുപ്പിലേക്കാണ് വരിക. അപ്പോൾ ശ്രദ്ധിക്കണം, അമ്മൽ മനിയ് എന്നാവുന്നത് ഇന്ദ്രിയം, അത് മനുഷ്യന്റെ ഇന്ദ്രിയമാവട്ടെ മറ്റ് ഏത് ജീവിയുടെ ഇന്ദ്രിയമാവട്ടെ, ഏതൊഴികെ പന്നി, നായ, ഇവ രണ്ടിൽ നിന്നും പിരിഞ്ഞ് ഉണ്ടായിട്ടുള്ള ജീവികൾ, അവകൾ അല്ലാത്തതിന്റെ ഇന്ദ്രിയം, അതൊക്കെ എന്താണ്? അതൊക്കെ ത്വാഹിറുൻ, ശുദ്ധിയുള്ളതാണ്. ഖിലാഫില്ലി മാലിക്, ഇമാം മാലിക് തങ്ങൾക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ മനിയിൽ മാലിക് ഇമാമിന് എതിരഭിപ്രായമാണ് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് ശുദ്ധിയുള്ളതാണ്, ത്വാഹിറാണ്. ഏത്? ബൽഗമു ഗൈറു മഅദ്ദത്തിൻ, നമ്മളെ കുടലിൽ നിന്ന് അല്ലാതെ വരുന്ന കഫം, അതേതാണ്? ശുദ്ധിയുള്ളതാണ്. അപ്പൊ എവിടുന്നായിരിക്കും അത് വരുന്നത്? മിർറസിൻ, തലയിൽ നിന്ന് വരും. ഔസദിൻ, അല്ലെങ്കിൽ നെഞ്ചിന്ന് വരും. അതൊക്കെ ഏതാണ്? ശുദ്ധിയുള്ളതാണ്. അപ്പൊ മാഉൻ സായിലുൻ മിൻ ഫമി നായിമിൻ, ഉറങ്ങുന്ന ആളുടെ വായിൽ നിന്ന് ഒലിക്കുന്ന വെള്ളം, കേല എന്ന് നമ്മൾ പറയില്ലേ, കേത്തല എന്ന് പറഞ്ഞ ചിലടത്ത്, അതിന് ആ സാധനം അത് ശുദ്ധിയുള്ളതാണ്. അപ്പൊ മണം ഉണ്ടാവും, മണമില്ലാതിരിക്കും. പലവനത്തിന് അത് മണമുണ്ടെങ്കിലും ശരി, അത് മണം ഉടേതാണ്, അല്ലെങ്കിൽ ആ വസ്ഫറ മഞ്ഞ നിറത്തിലുള്ളതാണ്. എന്നാൽ മാലം യതഹഖഖ്, ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. എന്തേ ഉറപ്പിട്ടില്ല? അന്നഹു, ആ മാ ആവുന്ന മഅദ്ദത്തിൻ, അത് മഅദ്ദയിൽ നിന്ന്, കുടലിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം നമ്മൾ എന്ത് പറയും? അത് ശുദ്ധിയുള്ളതാണ്. നമ്മളെ ഡെസ്കിലും അതൊക്കെ ഒരുപാട് സംശയം വന്നിരുന്നു. അപ്പൊ അതാണ്. പക്ഷെ ഇല്ലാ മിമ്മൻ ഉബ്തുലിയ ബിഹി, ഒരാള് ഇല്ലാ മിമ്മൻ, ഒരുത്തനിൽ നിന്ന് ഒഴികെ ആ ആളില് ശുദ്ധിയുള്ളത് എന്ന് ഹുക്കും കൊടുക്കും. എന്താ ഉബ്തുലിയ? ആ ആളെ പരീക്ഷിക്കപ്പെട്ടു ബി, അതുകൊണ്ട് എപ്പ നോക്കിയാലും കിടന്ന ഒന്നങ്ങനെ ചെരിഞ്ഞാൽ മതി, അപ്പോഴത്തേന് വായിന്ന് ഇതെല്ലാം കൂടി ഇങ്ങനെ എന്തായി ഒലിച്ചു വരും. അങ്ങനെ അതില് മുബ്തലിയായ ഒരാളാണ് എങ്കിൽ ഫയുഅഫ അൻഹു, ആ ആൾക്ക് അഫുവുണ്ട്. എന്തിൽ അഫുണ്ടെന്ന് അറിയോ? അയാളുടെ വസ്ത്രത്തിലോ മറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് അഫുവുണ്ട്. കാരണം അയാൾക്ക് അത് ശ്രദ്ധിക്കാൻ കഴിയണില്ല. അതിനെന്താ കാരണം? വത്തഖുല്ലാഹു മസ്തതാഅതു, നമ്മുടെ പരിധിയിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടാണ്. വൈൻ കസൂറ, അത് അധികരിച്ചാലും എന്തിനാണ്? ശുദ്ധിയുള്ളതെന്നാ ഹുക്കുമ് ചെയ്യാം. ഇനി റുതൂബത്ത് ഫർജിൻ, അതായത് ത്വാഹിറായ ഹയവാനിന്റെ, ശുദ്ധിയുള്ള ഹയവാന്, അത് നിഹായിലും മുഗനിലൊക്കെ ഉണ്ട്, തിന്നപ്പെടാത്ത ജീവി ആണെങ്കിലും ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ, അതായത് നമ്മുടേതാവട്ടെ അല്ലെ ബഹായിമൊക്കെ പെടുകയില്, അവറ്റങ്ങളുടെ ആ ഫർജിൽ നിന്ന് വരുന്ന എന്ന് പറഞ്ഞാല് മുന്തുവാരത്തിലുള്ള, അതിനെ വ്യക്തമാക്കി പറയണല്ലോ, അവിടെയുള്ള ആ റുതൂബ, ആ നനവ്, ആ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാകുന്ന ഒരു നനവ്, ആ വെള്ളത്തിന്റെ ഒരു നനവ്,
അതാ പറയണത് റുതൂബത്തി ഫർജിൻ, ഫർജിലുള്ള നനവ്, അതായത് താഹിറായ ഹയവാന്, അത് മനുഷ്യനാവട്ടെ മറ്റു ജീവജാലങ്ങൾ ആവട്ടെ, അത് ഐ ഖുബിലിൻ എവിടെ നിന്നുള്ളതാണ്? മുൻദ്വാരത്തിലുള്ളതാണ്. അപ്പൊ പിന്നെ അവിടെ ചോദ്യം വരും, പിൻദ്വാരത്തിലുള്ളതോ? അത് നജസ് തന്നെയാണ്, സംശയിക്കേണ്ട, അത് നജസാണ് എന്നതാണ്. അത് തുഴഫിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അലൽ അസഹ, അസഹ പ്രകാരം ആ റുതൂബയിൽ നിന്ന് ഫർജിൽ നിന്ന് വരുന്ന ആ റുതൂബ, അവിടെയുള്ള പിന്നെ നനവ് അത് ശുദ്ധിയുള്ളതാണ്. എന്നാ എന്താ ഈ റുതൂബത്തിൽ ഫർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി വിശദീകരിക്കുക. വഹിയ, ആ റുതൂബത്തിൽ ഫർജ് എന്ന് പറഞ്ഞാൽ മാ ഉന്നബിയദു, വെളുത്ത ഒരു വെള്ളമാണ്. മുത്തറദ്ദിദുൻ, അത് പിന്നെ തറദ്ദുദാണ്, ഇതാണെന്നും പറയാൻ പറ്റൂല അതാണെന്നും പറയാൻ പറ്റൂല. എന്തിന്റെ ഇടയില്? ബൈനൽ മദിയി, മദിയിന്റെ ഇടയില്, ബൈനൽ മദി വൽ ഇറക്കി, വിയർപ്പും മതിയും ഒക്കെ നമ്മൾ രണ്ട് സാധനം പറയലോ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സാധനമാണ്. ഇതെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല, എന്നാ വിയർപ്പൊന്നും പറയാൻ പറ്റൂല. ഇത് രണ്ടിന്റെ ഇടക്ക് നിൽക്കുന്ന സാധനമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയും. ഇനി വേറെ വിഷയമാണ്, മദീന്റെ ഇടയിൽ മുത്തറദ്ദിദായത് ഇറക്കിലേക്ക് കൂട്ടണ്ട. മുത്തറദ്ദിദും ബൈനൽ മദി, മദീന്റെ ഇടയിൽ മുത്തറദ്ദിദാണ്. അപ്പൊ മദി എന്ന് പറയാനും പറ്റൂല, എന്നാ മദിയിലേക്ക് മതി അല്ലാന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അതിന്റെ അടിയിൽ ഇങ്ങനെ മുത്തറദ്ദിദായിട്ട് നിൽക്കുന്ന സാധനമാണ്. ഇതാണെന്നും ഇതല്ലാന്നും ആണെന്നും പറയാൻ പറ്റാത്ത നിലക്ക് നിൽക്കുന്ന ഒരു വെള്ളം, അതാണ് ഇറക്കിലേക്ക് പോരണ്ട, വേർപ്പിലേക്ക് പോരണ്ട, അതാണ് അങ്ങനെ ഉള്ള ഒരു വെള്ളമാണ്. അപ്പൊ ഒന്നുകൂടി അർത്ഥം വെക്കാം. വഹിയ, ഈ റുതൂബത്തുൽ ഫർജ് എന്ന് പറഞ്ഞാൽ മാ ഉന്നബിയദു, വെളുത്തൊരു വെള്ളമാണ്. മുത്തറദ്ദിദുൻ, അത് ഇടയാട്ടത്തിൽ നിൽക്കുന്നു. എന്തിനിടയിൽ? ബൈനൽ മദി, മദിന്റെ ഇടയിൽ. അപ്പൊ മദിയെ ആണെന്നുള്ള ഉറപ്പ് പറയാൻ പറ്റൂല, അല്ലാന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുന്ന ആ ഒരു നനവിനാണെന്ന് പറയാ പിന്നെ റുതൂബത്തുൽ ഫർജ്. ഇനി ശ്രദ്ധിക്കുക, വൽ ഇറഖു യഖ്റുജു മിൻ ബാത്തിനിൽ ഫർജി, ഫർജിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വിയർപ്പ്. അല്ലതി, എങ്ങനത്തെ പിന്നെ ഇറക്കാണ്? ലാ യജിബു ഗസ്ലുഹു, അതിനെ കഴുകല് നിർബന്ധം ഇല്ല. ബിഖിലാഫി മാ യഖ്റുജു മിമ്മാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമായ ഒന്നിൽ നിന്നും പുറപ്പെടുന്ന ഒന്നിനെ ഒഴികെ. ഫൈനഹു ത്വാഹിറുൻ, അത് ശുദ്ധി ഉള്ളതാണ് എന്നർത്ഥം. ഖത്താൻ, ഉറപ്പായിട്ടും. അപ്പോ കഴുകൽ നിർബന്ധമില്ലാത്ത ഒരിടത്തിൽ നിന്നും പുറപ്പെടുന്നത്, കഴുകൽ നിർബന്ധമില്ലാത്തെന്ന് പറഞ്ഞാല് ഇപ്പോ സ്ത്രീകളാണെങ്കിൽ അവരുടെ ചെരുപ്പടിക്കാരിന്മേ കദമ്മ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന സ്ഥലമാണ് അവർക്ക് കഴുകൽ നിർബന്ധമായിട്ടുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് പോയ സാധനം ഇതില്ല, കഴുകൽ നിർബന്ധം ഇല്ല. അതിന്റെ അപ്പുറത്തുള്ള സാധനം കഴുകൽ നിർബന്ധമില്ല. അപ്പൊ അവിടെ നിന്ന് വരുന്ന നനവാണെങ്കിൽ അതുകൊണ്ട് എന്തില്ല, അതെന്തല്ല, അത് നജസ് ആണ് എന്ന് ഹുക്കുമ് ചെയ്യില്ല. കാരണം അവിടെ പോയിട്ട് കഴുകണം എന്ന് നമുക്ക് ഹുക്കുമ് വന്നിട്ടില്ല. മനസ്സിലാവണ്ടല്ലോ. അതായത് ഇപ്പൊ കഴുകൽ നിർബന്ധമുള്ളത് അവര് പിന്നെ രണ്ട് പാദത്തുമ്മ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ സ്ഥലത്തുള്ളതാണ് കഴുകേണ്ടത്. അത് നന്ന ഉള്ളിലേക്കല്ല, ആ പുറഭാഗത്തുള്ളത്. അപ്പൊ അവിടങ്ങളിലുള്ളതാണെങ്കിൽ അതിന്റെ ഹുക്കുമെന്ന് വേറെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോയതാണെങ്കിൽ അതിന്റെ ഹുക്കുമെന്ന് വേറെയാണ്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പോയതാണെങ്കിൽ അത് കഴുകൽ വുജൂബില്ല. അതിന്റെ പുറത്തുള്ളതാണെങ്കിൽ കഴുകൽ വുജൂബുണ്ട്. അപ്പൊ കഴുകൽ വുജൂബുള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോ അത് നജസിന്റെ ഹുക്കുമലും മറ്റേത് താഹിറാണെന്നുള്ള ഹുക്കുമലാ വരിക. പക്ഷെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുന്ന് പുറപ്പെട്ടു എന്ന നിലക്ക് എന്ത് വേണ്ടി വരും? അവിടെ ഒതുടുക്കലൊക്കെ ആവശ്യമായിട്ട് വരും. കാരണം വണ്ടാരൊരു വഴിയിലൂടെ ഒരു സാധനം പുറപ്പെടുക എന്നുള്ളത് കൊണ്ടല്ലോ. അപ്പൊ വല്ല ഇറക്കോ യഖ്റുജു ബാത്തിന ഫർജി, ഫർജിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഇറക്കാവുന്നത്. അല്ലദീലായ ജിബുസുലുഹു, ആ ഒരു സ്ഥലത്തെ കഴുകൽ നിർബന്ധമില്ല. കഴുകൽ നിർബന്ധമില്ലാത്തൊരു സ്ഥലത്ത് നിന്നും വരുന്ന വെള്ളം അതാവുന്നത്, അതും ഏത് തന്നെയാണ്? ഇതിൽപ്പെട്ടതാണ്. അസഹ പ്രകാരം അതിന് തൊട്ടും അഫുണ്ട്. ബിഖിലാഫിമ, ഒരു വെള്ളത്തിനെതിരെ യഖ്റുജു, അത് പുറപ്പെടുന്നു. മിമ്മാ യജിബു ഗസ്ലു, കഴുകൽ നിർബന്ധമായ ഒരു സ്ഥലത്ത് നിന്ന്, ആ പുറത്ത് നിന്ന്, അതാണ് യജിബു ഗസ്ലുഹു ഫഇന്നഹു ത്വാഹിറുൻ ഖത്അൻ, അത് ഉറപ്പായിട്ടും അതേ തന്നെയാണ്, ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്. വമാ യഖ്റുജു മിൻ ബറായി ബാത്തിനുൽ ഫർജ് ഫഇന്നഹു നജസുൻ ഖത്അൻ. അപ്പോ ഫർജിന്റെ ഉള്ളിന്റെ ബാക്ക്, ഉള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഏതാണ്? അതേതാണ്? ബാത്തിനുൽ ഫർജ് എന്ന് വരുന്നത് കഴുകൽ നിർബന്ധമില്ലാത്തത്, കഴുകൽ നിർബന്ധമുള്ളതും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോ ഫർജിന്റെ ഉള്ള്, അതിന്റെയും നമ്മൾ ഉള്ള് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് പോയതായിട്ടുള്ളതാണെങ്കിൽ അതേതാണ്? നജസാണ്. ഈ ഭാഗത്ത് ബുജൈരിമി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഫർജിന്റെ ഉള്ളിലുള്ള അവിടുന്ന് പുറപ്പെടുന്ന ഇറക്ക്, അത് കഴുകൽ നിർബന്ധമാവാത്തത്
കഴുകൽ നിർബന്ധമാകുന്നത് അത് ഖത്അൻ നിലക്കും ത്വാഹിറാണ്. ഫർജിന്റെ ഉള്ള് അതിന്റെ പിന്നിൽ നിന്ന് വരുന്ന ഒന്നാണെങ്കിൽ അത് നജസാണ് ഉറപ്പായിട്ടും, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഭാരത്തിന്റെ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അതായത് റുതൂബത്തുൽ ഫർജ് എന്ന് പറയുന്ന സാധനം അത് 3 ഇനമുണ്ട്, 3 ഇനത്തിലുണ്ട്. അതില് ഒന്ന് ശുദ്ധിയുള്ളതാണ്. ശുദ്ധിയുള്ളത് എന്ന് പറയണത് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവള് ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഒരു സ്ഥലം, 2 കദമുമ്മ ഇരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലം, അതാണ് അത് കഴുകൽ വുജൂബായതാണ്. അത് കുളിയിലും അതുപോലെ തന്നെ മനോഹരം ചെയ്യുന്ന സമയത്തും ആ സ്ഥലം കഴുകൽ വുജൂബാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്നതാണെങ്കിൽ അതേതാണ്? അത് ത്വാഹിറാണ്. ഇനി നജസ് ആണ് എന്ന് ഹുക്കുമ് ചെയ്യും. ആ കഴുകൽ നിർബന്ധമായ സ്ഥലം അവിടെയല്ലേ, അപ്പൊ അവിടെ നിന്ന് വരുന്ന ഇതാണെങ്കിൽ അത് ത്വാഹിറാണ്, അത് ശുദ്ധിയുള്ളതാണ്. അപ്പോ പെണ്ണ് ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ഒരു മഹല്ല്, ആ മഹല്ലിനെ അവൾക്ക് മനോഹരം ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും കഴുകേണ്ടതുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് വരുന്നതാണ് എങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? ആ റുതൂബത്തുൽ ഫർജ് ശുദ്ധിയുള്ളതാണ് ഉറപ്പായിട്ടും എന്ന് നമ്മൾ പറയുന്നു. അതേ സമയത്ത് നജസാണ് ഉറപ്പ് നിൽക്കും, അത് ഏതാണ്? അത് മുജാമിഅ, അതായത് സംയോഗം ചെയ്യുന്ന ആളുടെ ലിംഗം അത് പ്രവേശിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗം എന്നങ്ങോട്ട് അർത്ഥം വെച്ചാൽ മതി. അത് ഏതാണ്? ഉറപ്പായിട്ടും നജസാണ്. ഇനി അസഹ് പ്രകാരം ശുദ്ധിയുള്ളതാണ് ആ മുജാമിയന്റെ ദക്കർ ചേരുന്ന ഒരു സ്ഥലം, എത്തുന്ന സ്ഥലം, അതായത് ഫസ്റ്റ് ഭാഗം, അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ്, അസഹ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെയാണ് ബുജൈരിമി ഈ വിഷയത്തിൽ ഇവിടെ പാഠം നൽകിയത്. അപ്പോ നമുക്കൊന്നുകൂടെ അർത്ഥം വെക്കാം. വൽ ഇറഖു യഖ്റുജു മിൻ ബാത്തിനിൽ ഫർജിൽ ലദി ലാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമില്ലാത്ത ഒരു സ്ഥലം, അങ്ങനെയുള്ള ഫർജിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഇറക്ക്, ഒരു ഏതാണ് വിയർപ്പ്, അതും എന്ത് തന്നെയാണ്? ഇതിൽപ്പെട്ടതാണ്, നജസിൽപ്പെട്ടാണ്. ബിഖിലാഫിമാ യഖ്റുജു മിമ്മാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമായ ഒന്നിൽ നിന്നും പുറപ്പെടുന്ന ഒന്നൊഴികെ, അതായത് ആ പുറഭാഗത്തു നിന്നുള്ളത്, ഫൈനഹു ത്വാഹിറുൻ, ആ പുറഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ അത് ഉറപ്പം നിലക്കും ശുദ്ധിയുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൾ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന മഹല്ല്, മനോഹരം ചെയ്യാനോ കുളിക്കുകയോ ചെയ്യുമ്പോൾ കഴുകൽ വുജൂബായ സ്ഥലം, അവിടെയുള്ളത്, ആ പുറഭാഗത്തുള്ളത് അത് ശുദ്ധിയുള്ളതാണ് ഖത്അൻ. അത് കഴുകൽ നിർബന്ധമില്ലാത്ത ഭാഗമാണ്. അത് ഈ മുൻഭാഗത്തിന്റെ ബാക്കിലുള്ളത്, അവിടെ കഴുകൽ നിർബന്ധമില്ല. അപ്പൊ ആ ഭാഗത്ത് നിന്ന് വരുന്നാണെങ്കിൽ അത് നജസുമാണ് ആ ഇറക്ക്. ഇനി വമാ യഖ്റുജു മിൻ വറായി ബത്നിൽ ഫർജ്, ഫർജിന്റെ ഉള്ളിന്റെ ബാക്കിൽ നിന്ന്, ആ പുറത്ത് കാണുന്ന അതിന്റെ ഭാഗത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒന്ന്, ഫൈനഹു നജസുൻ ഖത്അൻ, ഉറപ്പ് നിലക്കും അത് നജസാണ്. അപ്പൊ ഇവിടെ 3 മസല നമ്മൾ പറഞ്ഞു തന്നെ. അതായത് ഒന്ന് ഖത്അൻ നിലക്കും ശുദ്ധിയുള്ളതാണ്, ഒന്ന് ഉറപ്പ് നിലക്കും ശുദ്ധിയുള്ളത്, ഒന്ന് ഉറപ്പ് നിലക്കും ഏതാണ് നജസായത് എന്നർത്ഥം. അതായത് കുല്ലി ഖാരിജിൻ മിൻ ബാത്തിൻ, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ഓരോന്ന് പോലെയും, അതൊക്കെ എന്താണ്? അത് ഏത് സാധനമാണെങ്കിലും അതൊക്കെ എന്താവും? നജസിലേക്കാണ് വരിക. വക്കൽ മായിൽ ഖാരിജ് മായിൽ വലത്, ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതൊക്കെ നജസാണെന്ന് ഹുക്കുമ് ചെയ്യണം. ഏതുപോലെ വക്കൽ മായിൽ ഖാരിജ് മായിൽ വലത്, കുട്ടിയെ പ്രസവിക്കുന്നതിനോടൊപ്പം പുറപ്പെടുന്ന ഒരു വെള്ളമുണ്ട്, ആ വെള്ളം ഏതാണ്? അത് നജസിൽപ്പെട്ടതാണ്. ഔ കബലവോ, അല്ലാതെ അതിന്റെ മുമ്പായിട്ട് വരുന്ന വെള്ളം അത് അതിൽപ്പെട്ടാണ്. ആ കഷാന ഉള്ളിൽ നിന്ന് വരുന്നതായത് കൊണ്ട് അത് നജസാണ്. അപ്പൊ പുറത്ത് ഭാഗത്തു നിന്നാണെങ്കിൽ അത് നജസ് അല്ല എന്നാണ് പറഞ്ഞത്. അതേ സമയത്ത് സംയോഗം ചെയ്യുന്ന ആ സമയത്ത് പുരുഷന്റെ ലിംഗം ചേരണ ഒരു സ്ഥലം, അത് പുറഭാഗമാണ്, അത് ത്വാഹിറാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗം എന്ന് പരിഗണിക്കപ്പെടുമ്പോൾ അത് നജസായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇനി വലാ ഫർഖ ബൈന ഇംഫിസ്വാലിഹ വ അദമി, ഞാൻ റുതൂബത്തുൽ ഫർജ് അവിടെ തന്നെ നിന്നു, അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് നീങ്ങി, ഇങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നജസാണ് അല്ല എന്ന വല്ല ഹുക്കുമുണ്ടോ? ഇല്ല. അത് നീങ്ങിയാലും നീങ്ങില്ലെങ്കിലും ഹുക്കുമൻ തന്നെയാണ്. അല്ല മുഅ്തമദായ അഭിപ്രായ പ്രകാരം അതെന്താണ്? രണ്ടും ഒരേ ഹുക്കുമ തന്നെയാണ്. കാല ബഅദുഹും അൽ ഫർഖു ബൈന റുതൂബത്തി ത്വാഹിറത്തി
വൻ നജസത്തി നജസായ റുതൂബത്ത് താഹിറായ പിന്നെ റുതൂബത്ത് ഫർജനാല് ഗുഹ്യ ഭാഗത്തുള്ള നനവ് അത് ശുദ്ധിയുള്ളത് അല്ലെങ്കിൽ നജസ് എന്നതില് ഫർക്ക് ചില ആളുകൾ പറഞ്ഞത് എന്താണ് ബിൽ ഇത്തിസാലി വൽ ഇംഫിസാലി അവിടെ തന്നെ നിൽക്കുന്നു എങ്കിൽ ഇത്തിസാലാണ്, അപ്പോ കുഴപ്പമില്ല. വൽ ഇംഫിസാലി അത് പിരിഞ്ഞു വന്നെങ്കിൽ അത് നജസാണ്. ഇങ്ങനെ ഫർക്ക് പറഞ്ഞ ആളുകളും ഉണ്ട്. ഇനി ഫലവും മുഫസ്സലത്ത് ആ ഋതുബത്ത് ഇങ്ങോട്ട് പിരിഞ്ഞു. അപ്പൊ ഫഫിൽ കിഫായ എന്ന കിതാബിൽ അനിൽ ഇമാമിനെ തൊട്ട് വന്നത് അന്നഹ നജസത്തുൻ അത് നജസാണ് എന്നാണ്. അത് നജസാണ് എന്നാണ് അവിടെയുള്ള ഇബാറത്തിന്റെ വ്യക്തത എന്ന് മനസ്സിലാക്കണം. ഫിഖ്ഫായ എന്ന കിതാബിന്റെ പേരാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.